ഹായ് ഹലോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് സിലോജിനി റോക്കസിനി എന്നുള്ളൊരു എക്സോട്ടിക് വെറൈറ്റിയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ വെറൈറ്റിയിൽ വരുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. നല്ല പോലെ നന്നായിട്ട് പൂ കിട്ടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ പൂവാണെങ്കിലും ഒരു മണമുള്ള ഒരു നല്ല മുല്ലപ്പൂ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഭംഗിയുള്ള ഒരു സൂപ്പർ പ്ലാന്റാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ആ പ്ലാന്റ് 1-2 ചെടികളിൽ ബഡ് ഉള്ള പ്ലാന്റ്സും ഇതിനകത്തിപ്പോൾ നമുക്ക് കാണാം. നല്ല രസമാണ്. അതുകൂടെ തന്നെ നമ്മുടെ നല്ല മണവും കൂടെയാണ് നമ്മുടെ ആ പ്ലാന്റിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നല്ല സുന്ദരിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നന്നായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് സിലോജിനി പാൻഡ്രേറ്റ എന്നുള്ള ഈ ഒരു വെറൈറ്റി. ഒരു ഒരു പച്ച കളർ നിറഞ്ഞ ഒരു ഫ്ലവറാണ്. ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി കൊണ്ടാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഫ്ലവർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ആ ഫ്ലവർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് അതിൻ്റെ ഫ്ലവർ തൂങ്ങിക്കിടക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു പ്രത്യേക രസമുള്ള ഒരു പൂവാണ്. അപ്പോൾ ഇതിൻ്റെ വളർത്തുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് സാധാരണ മരങ്ങളിൽ വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമുക്ക് വേണമെങ്കിൽ മരങ്ങളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനേക്കാളും നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഹാങ്ങിങ് പോട്ടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. നമ്മുടെ മീഡിയം സാധാ ഓർക്കിഡ് പോലെ തന്നെ കരി മാത്രം യൂസ് ചെയ്ത് പോട്ട് ചെയ്യാം. വെള്ളം ആവശ്യത്തിന് മാത്രം വെള്ളം മതി. ഓവർ വാട്ടറിങ് പാടില്ല, പക്ഷേ ഡ്രൈ ആവാനും പാടില്ല. റൂട്ട്സ് ഡ്രൈ ആയി ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. അപ്പം നല്ല വെള്ളം കൊടുക്കും, നല്ല ഈർപ്പം കിട്ടുകയും വേണം. പിന്നെ അത് മാത്രമല്ല ഫെർട്ടിലൈസർ ആഴ്ചയിലൊരിക്കൽ നമ്മൾ മസ്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുത്തിരിക്കണം. കൂടാതെ ഇതൊക്കെ ഈ ഫ്ലവറിൻ്റെയൊക്കെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്സിനിയുടെ 30 തൊട്ട് 60 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഫ്ലവറിൻ്റെ ലെങ്ത് വരാം. ഒരു സ്പൈക്കിൽ തന്നെ 20 തൊട്ട് 40 ഫ്ലവർ വരെ നമുക്ക് ഈ ഫ്ലവറിൻ്റെ റോക്സിനിയിൽ കിട്ടും. അതേപോലെ പാൻഡ്രേറ്റിലും അതേപോലെ നന്നായിട്ട് സ്പൈക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നടുക്ക് ആ ഒരു ബ്ലാക്ക് കളർ വെൽവെറ്റ് ബ്ലാക്ക് കളർ പോലെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ബ്ലാക്ക് ഓർക്കിഡ് എന്നും നമ്മുടെ മാർക്കറ്റിൽ അതിൻ്റെ പേരുണ്ട്. ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറല്ല, ആ നടുക്ക് ബ്ലാക്ക് വെൽവെറ്റ് കളർ വരുന്നത് കൊണ്ടാണ് അതിനെ ബ്ലാക്ക് ഓർക്കിഡ് എന്നും പറയുന്നത്. ഈ 2 പ്ലാന്റ്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എക്സോട്ടിക് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ്സിന് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ്സും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പൂക്കൾ കിട്ടുന്നത് കൊണ്ടും ആ ഒരു മണമുള്ളത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആരംഭ ഫ്ലവേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന ഓർക്കിഡ്സിൽ വെറൈറ്റീസ് കളക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡയറക്റ്റ് വെയിലത്ത് ഒരു കാരണവശാലും പ്ലാന്റ് വയ്ക്കരുത്. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റാണ് ഈ പ്ലാന്റ്സ് വളർത്താനായിട്ട് ആവശ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെ ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടാവും, നമ്മളെങ്ങനെയാണ് ഇതിനെ വളർത്തിയെടുക്കേണ്ടത്. സിമ്പിളാണ് വളർത്തിയെടുക്കാനായിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ പോട്ട് ചെയ്യുക. കാരണം അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് നഷ്ടപ്പെടാൻ ഒരു ചാൻസ് വരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ആരംഭ ഫ്ലവേഴ്സിൻ്റെ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാം കേട്ടോ, പറഞ്ഞു തരാം. അത് കറക്റ്റായിട്ട് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കിയിട്ട് മാത്രം പോട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡുകൾ പരിചയപ്പെടാനും അതിനെ മേടിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ഈ പ്ലാന്റ്സ് മേടിച്ച എക്സ്പീരിയൻസ് ഉള്ളവർ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ദയവായിട്ടൊന്ന് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.